ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലിജീസ് വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഞങ്ങൾക്ക് ദസറ ഹോളിഡേയ്സാണ് ഇവിടെ. അപ്പോൾ ഇന്ന് ഞങ്ങൾ ലക്നൗവിലുള്ള ലുലു മോളിലേക്ക് പോവാണ്. ലുലു മോളിലേക്ക് ശരിക്കും പറഞ്ഞാൽ പല പ്രാവശ്യങ്ങൾ പോയേക്കെന്താ ഇവരൊക്കെ ഇപ്പോൾ കളിയാക്കി പറയുന്നത് ലക്നൗവിൽ പോയിട്ട് നമുക്ക് ലുലു മോളിൽ പോയി ചായ കുടിക്കാമെന്ന് എന്ന് പറഞ്ഞാൽ പല പ്രാവശ്യമായി ഇപ്പോൾ പോകുന്നു. എന്നാലിപ്പോൾ ഹോളിഡേയ്സ് അല്ലേ, അപ്പോൾ അഞ്ജുനൊക്കെ ഒരു അത്ര മാത്രം. അപ്പോൾ ഞങ്ങളുണ്ട്, പിന്നെ ഞങ്ങളുടെ ഒപ്പം ശ്രേഷ ടീച്ചർ, ഷാരി സാറ്, പിന്നെ പ്രീത ടീച്ചർ, ചിപ്പി. അപ്പോൾ അഞ്ജുന് കൂട്ടായി ചിപ്പി ഉണ്ട്. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ അങ്ങനെ നമ്മളെങ്ങനെ പോകുന്നത്, നമ്മളൊരു ഫ്രണ്ടിന്റെ വണ്ടി വന്നിട്ടുണ്ട് 7 പേർക്ക് കിയ. അതിനകത്താണ് പോണേ. ഇന്നലെ സംസാരിക്കുന്നത് കേട്ടു. അപ്പോൾ അതിനകത്താകുമ്പോൾ എല്ലാവർക്കും നമ്മളിപ്പോൾ എത്ര പേരാ? എല്ലാവരും കൂടെ 7 പേര്. ഡ്രൈവർ ഇല്ലല്ലോ? ഇല്ല, ഡ്രൈവർ ഇല്ല, ഞങ്ങൾ മാറി മാറി. അപ്പോൾ വണ്ടി ഓടിപ്പിക്കലെന്ന് ചേട്ടനും പിന്നെ ഷാരി സാറും. അപ്പോൾ ഇവർ രണ്ടുപേരും അനിൽ സാർ ആൻഡ് ഷാരി സാറായിരിക്കും വണ്ടി ഓടിപ്പിക്കുന്നത്. അപ്പോൾ നമ്മളൊക്കെ യാത്രികരായിട്ട് വണ്ടിയിലുണ്ടാവും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോയിട്ട് എൻജോയ് ചെയ്യാൻ പോകാമെന്ന്, ജസ്റ്റ് 1 ഡേ ട്രിപ്പ്. അപ്പോൾ രാവിലെ ഞങ്ങൾ പോയി രാത്രിയിൽ തിരിച്ചു വരാനുള്ള പരിപാടിയാണ്. അപ്പോൾ അവരിതായി വിളിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇറങ്ങാണ്. അപ്പോൾ ഇന്നത്തെ എല്ലാ വിശേഷങ്ങളായിട്ട് നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ ദേ നമ്മുടെ ഷാരി സാറെ കൂടെ റെഡി ആയി നിൽക്കുന്നു. നമ്മള് ലുലു മോളിൽ പോയിട്ട് ചായ കുടിക്കാൻ പോകല്ലേ? ആണോ? എത്ര? കഴിഞ്ഞ വർഷം പക്ഷെ കുറെ പ്രാവശ്യം പോയി. ആലുവിനെ കൊണ്ടുവന്നാക്കാനും കൊണ്ടുവരാനും അതിനൊക്കെ ആയിട്ട് പല പ്രാവശ്യം. നിങ്ങളും പോയിട്ടുണ്ട് ബെഞ്ച്. പോകാം. ശ്രേഷ ടീച്ചറോ? ശ്രേഷ ടീച്ചറെ കാണാൻ ഒത്തിരി പേരിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പോകാം. ഇന്ന് നല്ല കാലാവസ്ഥ എന്തായാലും അല്ലേ, വലിയ ചൂടൊന്നുമില്ല, മഴയില്ല. അന്ന് ഇന്ന് രാത്രി നല്ല മഴ പെയ്തിട്ടുണ്ട്. അവർ പോയോ? നമ്മുടെ സുഷ ടീച്ചർ എത്തി. തറവാട്ടി പോവല്ലേ? ഞങ്ങൾ തറവാട്ടി പോയി ചായ കുടിക്കാൻ പോവാ. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് വേണമെങ്കിൽ രാത്രിയിലെ സപ്പർ ആവാം. പ്രീത ടീച്ചർ എത്തിയില്ലല്ലോ. അവരിറങ്ങിയായിരുന്നു 8:30 ഇറങ്ങിയായിരുന്നു. എന്നിട്ട് പിന്നെ നമ്മളെ കാണാണ്ടായപ്പോ കയറി പോയി തോന്നുന്നു. 8:45 സമയം പറഞ്ഞെന്ന് പറഞ്ഞു. ആണോ? ഇനി വരുമായിരിക്കും. വരുന്നുണ്ട്. കുറെ നാള് കൂടിയായിട്ട് പോകുന്നല്ലേ? ഒരു വർഷം കണ്ടായി തോന്നുന്നു. നമുക്ക് എന്തൊക്കെ അവിടെ ചേഞ്ചസ് വന്നേക്കണേന്നൊക്കെ നോക്കി കാണാം. അതറിഞ്ഞിട്ട് വേണം നമുക്ക് ഈ ബാക്കി അവിടുത്തെ കാര്യങ്ങൾ ശരിയാക്കാൻ. പുതിയ വണ്ടി. അതാ വരുന്നു ചിപ്പിയും പ്രീതയൊക്കെ. വാ. ഗുഡ് മോർണിംഗ്. വാ, ഞങ്ങളിങ്ങനെ വെയിറ്റിംഗ് ആണ്. വാ പോവാം. എവിടേക്ക് പോണേ പ്രീത? ഞങ്ങളൊക്കെ ലുലു മോളിൽ പോയി ചായ കുടിക്കാൻ പോവാ. അതെ, പോയി നോക്കാം നമുക്ക്. അപ്പൊ ഇതാണ് നമുക്ക് പോകാനുള്ള വണ്ടി സെറ്റ്. അതെ. പുതിയ വണ്ടി തന്നെ അവർ തന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്ക് തന്നെ വണ്ടിയിൽ പെട്രോളൊക്കെ അടിച്ച് ഞങ്ങളുടെ യാത്ര തുടങ്ങി. അപ്പോൾ ഇന്ന് നല്ല കാലാവസ്ഥയായിരുന്നു, അതുകൊണ്ട് തന്നെ ഒട്ടും യാത്രയ്ക്ക് ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല. നല്ല സുഖമായ കാലാവസ്ഥ. അപ്പോൾ ഇപ്പോൾ വണ്ടി ഓടിപ്പിക്കുന്നത് ഷാരി സാറാട്ടോ. അപ്പോൾ കുറച്ച് സമയം ഷാരി സാറ്, കുറച്ച് സമയം ചേട്ടൻ, അങ്ങനെ മാറിയൊക്കെ ഓടിപ്പിക്കാമെന്നും പറഞ്ഞ് അങ്ങനെ അവർ ഡ്രൈവിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഏറ്റവും പുറകിലെ സീറ്റിൽ അഞ്ജും ചിപ്പിയും, ഞങ്ങൾ 3 പേരും മിഡിൽ സീറ്റിലുണ്ട് കേട്ടോ. അയോധ്യയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പറയൂ. ഡ്രൈവർ കൈ വിട്ടിട്ട് അഭ്യാസം ഒന്നും വേണ്ട കേട്ടോ. ഡ്രൈവർ സുഖു. സോറി, സുഖു എന്റെ അമ്മായിപ്പനാണ്. അത് മാറ്റാം.
സരയൂ നദി സരയൂ നദിയിലെ സരയൂ നദിയാണിത്. അയോധ്യയിലെ സരയൂ നദി. ഈ സരയുടെ തീരത്താണ് നമ്മുടെ രാമക്ഷേത്രം. നല്ല മഴയല്ലേ ഇതിങ്ങനെ വളരെ നേരായിട്ടാ ഇങ്ങനെ നിറഞ്ഞു കാണുന്നത്. നന്നായിട്ട് വെള്ളമുണ്ട്. ഇവിടെ പോയിട്ട് തണ്ണിമത്ത കൃഷിയുള്ള സ്ഥലമാണ്. ഒരു വഴി അയോധ്യക്ക് പോകുന്ന ലെഫ്റ്റിലേക്ക് പോയി അയോധ്യക്ക് പോവാം. അതിലോട്ട് പോയിട്ട് അതിലോട്ട് അയോധ്യ എത്തും. അതിലാണ് അപ്പുറം പല പല ഇതുണ്ട്. പല നമുക്ക് ഇവിടുന്ന് ഒരു ഇതിലെ പോയാൽ ഇതിന് പോയിട്ട് നേരെ പാർക്കിംഗ് കൊടുത്തിടാം. അവിടുന്ന് പിന്നെ 2 കിലോമീറ്റർ നേരെ നമ്മളെ റിക്ഷയ്ക്ക് പോകണം. അയോധ്യയിലെ എയർപോർട്ട് അത് ഇവിടെ ബ്ലോക്ക് ചെയ്തിരിക്കുക. അങ്ങോട്ടും കാണത്തില്ല അല്ലേ? നേരത്തെ കാണായിരുന്നു ഇവിടുന്ന്. നേരത്തെ ഇവിടുന്ന് ഫുൾ വിസിബിൾ ആയിരുന്നു. അന്നേരം ഇത് വെച്ചിട്ടില്ലായിരുന്നല്ലേ ഈ ബ്ലോക്ക്? ഇതിനറിയോ ഫ്ലൈറ്റ് ഇങ്ങനെ ഇറങ്ങുമല്ലേ, അപ്പൊ നിങ്ങള് പിടിച്ച് വലിച്ചിട്ടായിരുന്നു താഴെ ഇറക്കിയാലോന്ന് ഓർത്തിട്ടാ. അതുകൊണ്ടാട്ടോ ഫ്ലൈറ്റ് ഇറങ്ങുമ്പോൾ നമ്മൾ പിടിച്ച് വലിച്ചിട്ടാലോന്ന് ഓർത്തിട്ടാണ്. കാണാതെ അത് നമ്മളെ കാണൂല, പോവുള്ളൂ. ഒളിച്ചൊക്കെ പോവാ ഫ്ലൈറ്റ്. അങ്ങേറ്റത്തെ ഇവിടുന്ന് കാണത്തില്ലല്ലേ? കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇവിടുന്നല്ലേ പോയത്. എന്തായാലും ഈ എയർപോർട്ട് വന്ന് ഭയങ്കര ഗുണം കേട്ടോ. 1 മണിക്കൂർ എടുത്തു അല്ലേ ഇവിടേക്ക് വരാൻ? നമ്മള് 1 മണിക്കൂർ എടുത്തു. ഞങ്ങള് ചായ കുടിക്കാൻ ഇറങ്ങിയിരിക്കുക കേട്ടോ. ചായ കുടിക്കാൻ റെഡി ആയിരിക്കണം. ഇഞ്ചി ചായ അദ്രക് ഹേ. ഇവര് എന്താ ലേസും ചിപ്സൊക്കെ വാങ്ങിച്ച് കഴിച്ചുകൊണ്ടിരിക്കുക. പൊട്ടറ്റോ ചിപ്സ് ഇങ്ങനെയുണ്ട്, സൂപ്പറാണല്ലേ. എല്ലാവരും ചേച്ചി ചായ ഉണ്ടാക്കുന്ന സമയം വരെ എന്തെങ്കിലും കുറിക്കാന്നും പറഞ്ഞ് കഴിച്ചുകൊണ്ടിരിക്കുക. കഴിക്ക് ഒരാളൂടെ. 15 രൂപ അല്ലേ? അങ്ങനെയൊക്കെയാ കിട്ട. പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുമ്പോ അങ്ങനെയൊക്കെയാ. അപ്പം അങ്ങനെ ഞങ്ങൾ ചായ കുടിയൊക്കെ കഴിഞ്ഞ് വീണ്ടും എന്താ വണ്ടി കയറിയിട്ടോ. അപ്പോൾ ഇപ്പോൾ ഇതാ ഡ്രൈവർ മാറിയിട്ടുണ്ട്. ഇപ്പോൾ ചേട്ടനാണ് വണ്ടി ഓടിപ്പിക്കുന്നത്. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് 8:30 കഴിഞ്ഞപ്പോഴാട്ടോ. എല്ലാം പെട്ടെന്നുള്ള തീരുമാനമായിരുന്നു. ജസ്റ്റ് തലേ ദിവസം രാത്രിയാണ് ഞങ്ങൾ ഇങ്ങനെ ഇന്ന് പോണ കാര്യത്തെപ്പറ്റി പ്ലാൻ ഇട്ട് തന്നെ. അപ്പോൾ എല്ലാം സഡൻ തീരുമാനങ്ങളായിരുന്നു. അപ്പോൾ അങ്ങനെ ഇറങ്ങാൻ കുറച്ച് വൈകി. അപ്പോൾ അതുകൊണ്ട് 8:30 കഴിഞ്ഞപ്പോൾ നമ്മൾ ഇറങ്ങിയേക്കുന്നത്. അതുകൊണ്ട് തന്നെ എത്ര മണിയാകുമ്പോഴേക്കും അവിടെ എത്തുന്നൊന്നും അറിയില്ല. മിക്കവാറും 12 മണിയൊക്കെ ആവുമായിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള സമയമൊക്കെ നമുക്ക് കിട്ടുള്ളൂ. നമുക്ക് ലഞ്ചും കഴിക്കണം. ബ്രേക്ക്ഫാസ്റ്റൊന്നും ആരും കാര്യമായിട്ട് കഴിച്ചിട്ടില്ല. ചെറുതായിട്ടുള്ള ലഘുഭക്ഷണമൊക്കെ വീട്ടിൽ നിന്ന് കഴിച്ച് അങ്ങനെ ഇറങ്ങിയതാണ്. ഇതാണ് എയർപോർട്ട് റോഡ്. നമ്മുടെ സ്റ്റേഡിയം കേട്ടോ, ഇഖാന സ്റ്റേഡിയം. ലക്നോ സൂപ്പർ ജയൻസിന്റെ ഹോം ഗ്രൗണ്ട് ആണിത്. IPL ഇവിടെ ഇപ്പൊ കളി നടക്കുന്നുണ്ടായിരുന്നോ? IPL ഇവിടെ IPL ഉണ്ടല്ലോ ഇവിടെ. ലക്നോ ജയൻസിന്റെ കളിപ്പിടി അല്ലേ? ലക്നോ സൂപ്പർ ജയൻസിന്റെ ഇതാണ് ഹോം ഗ്രൗണ്ട് ആണത്. അത് കാർമേഘ. അത് ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ആവുന്നില്ലേ? ഈ പച്ചപ്പള്ളിയാണ് ചോദിച്ചേ. അതാ അതിന്റെ തുടക്കം പോലെ അങ്ങനെയായിരുന്നു. ഇതാണ് പലാസിയോ, ഫീനിക്സ് പലാസിയോ മാൾ. നമ്മുടെ ലുലുമാൾ വന്നെങ്കിലും
ലുലുമാള് വന്നെങ്കിലും തകരാതെ പിടിച്ചിരിക്കുന്ന സംഭവം ഇത്. ക്രസന്റ്, നമ്മുടെ ക്രസന്റ് മോള്. അപ്പൊ നമ്മൾ എത്തിട്ടോ നമ്മളെ ലുലു കാണുന്നു. ലുലു മാള്. ലുലു മാള്. 12 അഞ്ജലി മോൾ, ചിപ്പി മോൾ, ലുലു മോൾ. അപ്പൊ അങ്ങനെ നമ്മളിതാ ലുലു മോളിലേക്ക് എത്തി. ഈ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാനായിട്ട് പോവാ. അപ്പോഴേക്കും ഇപ്പൊ സമയം എത്ര മണി നോക്കി? 12:10 സമയം 12:15. 12 ഓ ഇച്ചിരി അങ്ങോട്ട് അടുപ്പിച്ചിടാം. 12:15 ഉണ്ടോ? ഓ ഷോപ്പിങ്ങിനായിട്ടുള്ള ഇറക്കാട്ടോ അവരൊക്കെ. അതാക്കി വേണ്ട. ബാഗും കവറൊക്കെ ആയിട്ട് ഗ്രാൻഡ് ഷോപ്പിംഗ് ആണെന്ന് പ്ലാൻ ഇട്ടേക്കണം. പ്ലാൻ ഇട്ടങ്ങനെ ചെല്ല്, അവിടെ ഉണ്ടെങ്കിൽ ഓക്കെ കുഴപ്പമില്ല. പ്ലാൻ ഇട്ട് അവിടെ ചെല്ലുമ്പോഴേ അവിടെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇപ്പൊ ഉണ്ടാവോ ഇല്ലെന്ന് ആർക്കറിയാം. നമുക്ക് പോയി നോക്കാം. നല്ല രസം കേട്ടോ വണ്ടികൾ ഇങ്ങനെ പാർക്ക് ചെയ്തേക്കണാണ്. എന്ത് രസം, അങ്ങേ അറ്റം വരെ വണ്ടികൾ പാർക്ക് ചെയ്ത്. നമ്മുടെ വണ്ടിയും ഇതാ ഇവിടെ പാർക്ക് ചെയ്തു. പോകാം. ഇവിടെ ലുലു മോളിൻ്റെ എൻട്രൻസിൻ്റെ അടുത്തും നമുക്ക് ചെറിയൊരു ചെക്കിനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹാൻഡ് ബാഗ് കയ്യിലുണ്ടെങ്കിൽ അതൊക്കെ ചെക്ക് ചെയ്യാനായിട്ട് അവിടെ വെച്ച് കൊടുക്കണം. പിന്നെ നമ്മളായാലും ഒരു ചെക്ക് ഇൻ ചെയ്തിട്ടാണ് കടത്തി വിടുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കടന്നു വരുമ്പോൾ വലിയ റഷൊന്നും ഇല്ലെന്ന്. ഞങ്ങൾ രാവിലെ ഇറങ്ങാൻ കുറച്ച് താമസിച്ചായിരുന്നു, 8:30 കഴിഞ്ഞിട്ട് ഇറങ്ങിയത്. എന്തായാലും 12:15 ഞങ്ങൾ ലുലു മോളിൽ എത്തിയിട്ടോ. അപ്പോൾ ഇവിടെ വന്ന് കയറിയപ്പോൾ വലിയ റഷൊന്നുമില്ല. കുറച്ചൊരു ഫ്രീ ആയിട്ടൊക്കെ ഇങ്ങനെ സ്ഥലം കണ്ടപ്പോൾ നമുക്കൊന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോകാമെന്നും പറഞ്ഞ് അങ്ങനെ എല്ലാവരും കൂടെ ഒരു ഫോട്ടോയ്ക്കൊക്കെ ആയിട്ട് പോസ് ചെയ്യണം. അപ്പോൾ നമുക്ക് ചെറിയൊരു ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്തിട്ട് ഇവിടെ നിന്ന് മൂവ് ചെയ്യാമെന്നും പറഞ്ഞു. വേറെയും 2 ഫാമിലിയും കൂടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ബസ്സിൽ നിന്ന്, ഞങ്ങളുടെ കോട്ടേഴ്സിൽ നിന്ന് തന്നെ. അപ്പോൾ അവർ വേറെ വണ്ടിക്ക് വന്നത്. അപ്പോൾ അങ്ങനെ അവരും എത്തിയിട്ടുണ്ട്. അപ്പോൾ അവരും ഷോപ്പിങ്ങൊക്കെ ആരംഭിക്കാൻ പോണ്. ഈ ചേച്ചിമാരല്ലേ? ഇവിടെ സൈഡിൽ ചേച്ചിമാരൊക്കെ നിൽക്കുന്നുണ്ട്. അവരൊക്കെ നമുക്ക് ഷൂട്ട് ചെയ്യാം. ഇവിടെയൊക്കെ നല്ല അടിപൊളി ബ്രാൻഡഡ് ഡ്രസ്സുകളുണ്ട്. നമ്മളിപ്പോൾ ഇങ്ങനെ 1 വർഷമൊക്കെ കഴിഞ്ഞ് വന്നതുകൊണ്ട് എല്ലാവർക്കും ഒന്ന് നോക്കി കാണണം. വലിയ ചേഞ്ചൊന്നും ഫീൽ ചെയ്യുന്നില്ല, മുമ്പ് വന്ന പോലെയൊക്കെ തന്നെ. പിന്നെ ഇന്ന് ഈ സമയത്തൊക്കെ ഞങ്ങൾ എത്തിയതുകൊണ്ടൊക്കെ ആയിരിക്കാം വലിയ റഷൊന്നുമില്ല, വലിയ റഷില്ല. സ്റ്റേഷൻ ടീച്ചർ ഫോട്ടോ എടുക്കാൻ പോകുന്നുണ്ട്. എല്ലാവരോടും കൂടെ നിൽക്കാൻ പറഞ്ഞത് ഇവിടെ നിർത്തിയേക്കാം. വലിയ റഷൊന്നുമില്ല. ഇങ്ങനെ എവിടേക്ക് പോകേണ്ടതെന്ന് ഒരു പിടുത്തമില്ലാണ്ട് എല്ലാവരും നടന്നുകൊണ്ടിരിക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് നടക്കണം. ഹൈപ്പർ മാർക്കറ്റിൻ്റെ അടുത്തേക്കാണ് എല്ലാവരുടെയും കണ്ണ്. അങ്ങോട്ടേക്കായിരിക്കും പോകുന്നത് അല്ലേ? ഹൈപ്പർ മാർക്കറ്റിലേക്കല്ലേ? ഓക്കെ. ഫുഡ് കഴിക്കാനാ. അപ്പോൾ 12:30 കഴിഞ്ഞു. അപ്പോൾ ഫുഡ് കഴിക്കാൻ നോക്കാൻ വേണ്ടിയാണ് എല്ലാവരും ഇങ്ങോട്ടേക്ക് നീങ്ങുന്നത്. ഫുഡ് കഴിച്ചിട്ട് ആരംഭിക്കാമെന്നും പറഞ്ഞു. ഇപ്പം എന്തായാലും മ്യൂസിക്കൊന്നും പ്ലേ ചെയ്യുന്നില്ല കേട്ടോ ഇവിടെ ഈ സമയത്ത്. അതുകൊണ്ട് കുഴപ്പമില്ല. അല്ലെങ്കിൽ മ്യൂസിക് കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വോയിസും കൊടുക്കാൻ പറ്റില്ല. ഞങ്ങളെക്കാളും മുമ്പ് പോകുന്ന മറ്റ് 2 ഫാമിലീസ് അവരുടെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അവർക്ക് ഇനി നേരെ ഷോപ്പിംഗ് ആരംഭിക്കാം. പക്ഷെ ഞങ്ങൾ രാവിലെ തൊട്ടൊന്നും കഴിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ആദ്യം ഫുഡ് കഴിച്ചിട്ട് തുടങ്ങാമെന്നും പറഞ്ഞ് ഞങ്ങൾ ഫുഡ് എന്താ എടുക്കണ്ടേന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് അതിനെ പറ്റിയുള്ള പ്ലാനിങ് കാര്യങ്ങൾ പിന്നെ നോക്കാമെന്നും പറഞ്ഞ് എന്തൊക്കെയുള്ളതെന്നും നോക്കാമെന്നും പറഞ്ഞ് അങ്ങനെ അങ്ങോട്ടേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ.
ഫുഡിനൊപ്പം തന്നെ ഞങ്ങൾ കുറച്ച് ഫ്രൂട്ട്സ് കാര്യങ്ങൾ അതും കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു സൈഡിൽ ചേട്ടനും ഷാരി സാറും ഒക്കെ ഫുഡ് നോക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഇന്ന് നോൺ വെജ് കഴിക്കാമെന്ന് പറഞ്ഞ് അവർ അങ്ങനെ ചിക്കൻ ഐറ്റംസ് കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമുക്ക് ആപ്പിൾ കാര്യങ്ങളൊക്കെ അങ്ങനെ അവർ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതൊക്കെ ഉണ്ട്. അപ്പോൾ അതിങ്ങനെ നോക്കി അത് സെലക്ട് ചെയ്യണം എന്താ എടുക്കേണ്ടതെന്ന്. പേരയ്ക്ക, ആപ്പിൾ അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കണം ഇവിടെ. ഞങ്ങളങ്ങനെ താഴേന്ന് ഫുഡൊക്കെ എടുത്ത് മുകളിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ നമുക്ക് ഫുഡൊക്കെ എടുത്തിരുന്ന് കഴിക്കാനുള്ള ഒരു സ്ഥലമുണ്ട്. അപ്പോൾ ചെയേഴ്സും കാര്യങ്ങളൊക്കെ മുകളിലാണ്. ഇങ്ങനെ ഇരുന്ന് ഫുഡ് കഴിക്കാനുള്ള ഒരു ഏരിയ കൊടുത്തിരിക്കുന്നത് മുകളിലാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഫുഡ് എല്ലാവരും വാങ്ങിയ ഐറ്റംസ് കയ്യിലൊക്കെ പിടിച്ച് ഇവിടെ കൊണ്ടുവന്ന് ടേബിളുമ്മ വെച്ച് അവർ ടേബിൾ സെറ്റാക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് 1 ടേബിളാക്കിയിരുന്ന് കഴിക്കാമെന്നും പറഞ്ഞ് അങ്ങനെ ടേബിൾ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക. ഏറ്റെടുത്തേക്കാന്ന് തോന്നുന്നു. ആ ലുലുമോളിലെ ഡ്യൂട്ടി ഏറ്റേക്കാം. ഇവിടെ നമ്മുടെ ലുലുമോളിലെ ബംഗാളികൾ അല്ലേ. ഇതൊക്കെയാണ് നമ്മുടെ ഫുഡ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത്. എല്ലാവരും വിശന്ന് പൊരിഞ്ഞിരിക്കുന്നു. അപ്പം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാം. ഇതെന്നാ ചില്ലി ചിക്കനോ? ചില്ലി ചിക്കനും കടായി ചിക്കൻ. സോറി, കടായി ചിക്കൻ. കടായി ചിക്കൻ കേടായതാണോ പറയും. പിന്നെ ചിക്കൻ ബിരിയാണി. ഷാരി സാർ ഇങ്ങനെ വിശപ്പിൻ്റെ അടിപൊളിയാണോ? ഫ്രൈഡ് റൈസ്, ചിക്കൻ ഫ്രൈഡ് റൈസ്. ഇവിടെ കുറച്ച് പേര് നമ്മോ ഇവരൊക്കെ ഭയങ്കര എനിക്ക് വയ്യ ആണോ? ഇവര് ഭയങ്കര പ്ലാൻഡ് ആയിട്ടാണ് വന്നേക്കണേ. ഇവര് ഫ്രൂട്ട്സ് ഒക്കെയാണ് സ്റ്റാർട്ട് ചെയ്തേക്കണേ. ഞങ്ങൾക്കൊന്നും തരാതെ ഇവർ ആദ്യം ഫ്രൂട്ട്സ് സ്റ്റാർട്ട് ചെയ്തു. എങ്ങനെയുണ്ട് ഫ്രൂട്ട്സ്? അടിപൊളിയല്ലേ? ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെ. അവർക്ക് നല്ല വിശപ്പുണ്ട്. ഫുഡ് കഴിക്കാൻ പോവാം. അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ ഇവിടെ അടുത്ത് തന്നെയായിട്ടാണ് മാർക്കറ്റ് 99 ഉള്ളത്. അപ്പോൾ ലുലുമോളിൽ വന്നു കഴിയുമ്പോൾ ആ ഷോപ്പിലൊന്ന് കയറാമെന്നുള്ളത് ഞങ്ങൾക്ക് എപ്പോഴും ഭയങ്കര നിർബന്ധം കേട്ടോ. അപ്പോൾ അവിടെ നിന്നാകുമ്പോൾ നമുക്ക് കുറച്ച് റേറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടാവുന്ന രീതിയിലത്തെ ഐറ്റംസൊക്കെ അവിടെ കിട്ടാറുണ്ട്. അപ്പോൾ ഞങ്ങളവിടെയൊക്കെ ഒന്ന് പോയി നോക്കാമെന്നും പറഞ്ഞ് ഞാനും ശ്രീഷ ടീച്ചറും അതുപോലെ പ്രീത ടീച്ചറും ഞങ്ങൾ 3 പേരും കൂടെ ഈ ഷോപ്പിലേക്ക് കയറിയേക്കാണ്. പിന്നെ ഷാരി സാറും ചേട്ടനൊക്കെ അവർ വേറെ ഷോപ്പിൽ പോയേക്കാണ്. അഞ്ചു ചിപ്പി അവരവരുടെ ലോകത്ത് അവർ സ്വയമായിട്ട് പോയി അവർ കറങ്ങി കുറച്ച് സ്ഥലങ്ങളിലേക്കൊക്കെ കുറച്ച് ഷോപ്പുകളിലേക്കൊക്കെ അവർക്കും പോകണമെന്നും പറഞ്ഞ് അവരങ്ങനെ അങ്ങോട്ടേക്ക് പോയേക്കാം. അപ്പോൾ ഞങ്ങളിങ്ങനെ അവിടെ പോയി ഓരോരോ ഐറ്റം നോക്കിക്കൊണ്ടിരിക്കുക. വുഡൻ സ്പാച്ചുല, അതുപോലെ ഓരോ ഐറ്റം നമ്മൾ അവിടെ കാണുന്നത് കൂടുതലും നമ്മുടെ ഹോം ഡെക്കോർ ഐറ്റംസും അതുപോലെ തന്നെ നമുക്ക് കിച്ചണിലേക്ക് ഒത്തിരി യൂസ്ഫുൾ ആയിട്ടുള്ള ഐറ്റംസും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഓരോന്നായിട്ട് ഇങ്ങനെ ഞങ്ങൾ 3 പേരും അവരാരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇങ്ങനെ ഓരോന്ന് നോക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ അങ്ങനെ കുറച്ച് നേരമൊക്കെ നോക്കിക്കഴിയുമ്പോഴേക്കും പിന്നെ ഞങ്ങൾ ഗോൾഡൻ കളറിലുള്ള ആർട്ടിഫിഷ്യലായിട്ടുള്ള പ്ലാന്റ്സും അതുപോലെ തന്നെ അതിൻ്റെ ബൗള് കാര്യങ്ങളെല്ലാം കണ്ടു. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ഒരു ഇഷ്ടം തോന്നി. അപ്പോൾ ഞാനൊരു നോർമൽ ഗോൾഡൻ പോട്ട് എടുത്തിട്ടുണ്ട്. നമുക്ക് ഫ്ലവേഴ്സ് കാര്യങ്ങൾ വയ്ക്കുക അല്ലെങ്കിൽ പ്ലാന്റ് വയ്ക്കുക എന്നൊക്കെ വിചാരിച്ചിട്ട് നോർമലായിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഒരെണ്ണം എടുത്തിട്ടുണ്ട്, അധികം വർക്കൊന്നും ഇല്ലാത്തത്. പിന്നെ വേറെ അവിടെ നിന്ന് ഞാൻ ഹാൻഡ് വാഷ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വാങ്ങി അതെല്ലാം നമുക്കവർ ബിഗ് ഷോപ്പിലിട്ട് തന്നു. അതൊക്കെ കൊണ്ട് ഞങ്ങൾ എല്ലാവരും ഷോപ്പിൽ നിന്ന് ഇറങ്ങി. അവർ പിന്നെ വേറെ കാര്യമായിട്ടൊന്നും വാങ്ങിച്ചില്ല, എല്ലാം നോക്കിയിരിക്കേ ഉള്ളൂ, ആ കടയിൽ നിന്നൊന്നും വാങ്ങിച്ചില്ല. അഞ്ജുവിന് കൂട്ടായിട്ട് ചിപ്പി ഉണ്ട്. അപ്പോൾ അങ്ങനെ അഞ്ജും ചിപ്പിയും കൂടെ അവർ പോയി ഒന്ന് കറങ്ങിയൊക്കെ വരാമെന്നും പറഞ്ഞ് അവർ 2 പേരും കൂടെ പോയേക്കാണ്. അപ്പോഴേക്കും ചേട്ടൻ ഫോൺ വിളിച്ചായിരുന്നു. താഴെ ഫാഷൻ സ്റ്റോർ എന്ന് പറയുന്നൊരു ഷോപ്പുണ്ട്, അപ്പോൾ അവിടേക്ക് പോയോ. അവിടെ ലേഡീസ് ഐറ്റംസ് ഒത്തിരി ഉണ്ട്, ഡ്രസ്സ് കാര്യങ്ങൾ, സ്യൂട്ട് മെറ്റീരിയൽ, അതുപോലെ റെഡിമെയ്ഡ് സ്യൂട്ടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ടീഷർട്ട് പാൻറ്റ് ഒക്കെ ഉണ്ട്, അപ്പോൾ നോക്കണമെങ്കിൽ നോക്കാമെന്നും പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ താഴേക്ക് എത്തിയിരിക്കണം കേട്ടോ. ഫാഷൻ സ്റ്റോറിൽ പോയി നോക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ അവിടെ കുറച്ച് സമയമൊക്കെ നോക്കി. പക്ഷേ നോക്കി നടന്നതല്ലാതെ ഞങ്ങൾക്ക് ആർക്കും ഒന്നും വാങ്ങിക്കാൻ അങ്ങനെ തോന്നിയില്ല. കാരണം എല്ലാം കുറച്ച് കോസ്റ്റ്ലി ആയിട്ട് തോന്നി. ഞങ്ങൾ കയറിയ സമയത്ത് അവിടെ നല്ല റഷായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ലുലുമോളിലേക്ക് വന്ന സമയത്ത് ഒട്ടും തന്നെ റഷ് ഉണ്ടായിരുന്നില്ല, ഞങ്ങൾ കയറിയ സമയത്ത്. പക്ഷെ അത് കഴിഞ്ഞ് ഇപ്പോൾ നല്ല ഒരുവിധം തിരക്കൊക്കെ ആയി തുടങ്ങി.
ഇപ്പോൾ ഇതേ നല്ല റഷായി തുടങ്ങി കേട്ടോ. ഈവനിങ് ടൈമിൽ ആയപ്പോഴേക്കും നല്ല റഷായി. ഇനി നമ്മൾ ഹൈപ്പർ മാർക്കറ്റിലേക്ക് പോവാണ്. ഒരുവിധം സാധനങ്ങളൊക്കെ എല്ലാവർക്കും വാങ്ങേണ്ടതൊക്കെ കുറച്ചൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഇനി ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് എടുക്കേണ്ട ഐറ്റംസൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് പോകണം. നമ്മുടെ കയ്യിൽ വാങ്ങിച്ച ഐറ്റംസ് നമുക്ക് ഒരു സ്ഥലത്ത് ആദ്യം സബ്മിറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് ഉള്ളിലേക്ക് കടക്കാനായിട്ട്. അങ്ങനെ ഇതാ ഞങ്ങൾ ട്രോളി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ട ഐറ്റംസൊക്കെ വാങ്ങി ഇതിനകത്ത് വെക്കാമല്ലോ എന്നും പറഞ്ഞു. അപ്പോൾ എല്ലാവരും ഓരോന്നോരോന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സ്നിഷ ടീച്ചറും ഷാരി സാറും അവർ വേറെ ഏരിയയിലേക്ക് നീങ്ങിയിട്ടുണ്ട് വേറെ ഐറ്റംസൊക്കെ നോക്കാനായിട്ട്. ഞാനും പ്രീത ടീച്ചറും ഈ സൈഡിലുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ എന്താ സോപ്പ് കണ്ടപ്പോൾ പിയേഴ്സിൻ്റെ അത് ഇങ്ങനെ കണ്ടപ്പോൾ കളർഫുള്ളായിട്ടുള്ള പല പാക്കായിട്ട് അതിനകത്ത് കണ്ടപ്പോൾ അത് എടുത്തിട്ടുണ്ട് ഒരെണ്ണം. പിന്നെ കിച്ചണിലേക്കുള്ള ഓരോരോ ഐറ്റംസ് കേട്ടോ നോക്കിക്കൊണ്ടിരിക്കുന്നത്. മെയിൻലി നമ്മളിങ്ങനെ സൂപ്പർ മാർക്കറ്റിലൊക്കെ കയറി കഴിയുമ്പോൾ നമുക്ക് എവിടെ നിന്ന് തുടങ്ങണം, എന്താ സ്റ്റാർട്ട് ചെയ്യേണ്ടത്, എന്തൊക്കെ വാങ്ങിക്കേണ്ടതെന്നൊന്നും ഒരു പിടുത്തുണ്ടാവില്ല. ലിസ്റ്റ് എഴുതിക്കൊണ്ടിരുന്നതൊന്നുമല്ല ചിലപ്പോൾ വാങ്ങിച്ചു കൂട്ടുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ കുറച്ച് ബിസ്ക്കറ്റ് കാര്യങ്ങളൊക്കെ വാങ്ങി. പിന്നെ നാട്ടിൽ കിട്ടുന്ന നമ്മുടെ കേരളത്തിൽ കിട്ടുന്ന കുത്തരി ഉണ്ടല്ലോ, അപ്പോൾ അത് കണ്ടപ്പോൾ മട്ട അരി അതുപോലെ ജയ അരി അങ്ങനത്തെയൊക്കെ ഞങ്ങൾക്ക് ബസ്റ്റിയിൽ കിട്ടില്ല. അപ്പോൾ അത് കണ്ടപ്പോൾ വാങ്ങിക്കാമെന്നും പറഞ്ഞ് അങ്ങനെ പ്രീത ടീച്ചർ കൊടുക്കുന്നുണ്ട്. 5 കിലോൻ്റെ ഒരു പാക്കറ്റ് ഞാനും എടുത്തിട്ടുണ്ട്, 5 കിലോൻ്റെ ഒരു പാക്കറ്റ്. അപ്പോൾ അത് നമുക്ക് വല്ലപ്പോഴൊക്കെ ചോറുണ്ടാക്കാനും അതുപോലെ കഞ്ഞി വെച്ച് കുടിക്കാനൊക്കെ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ വാങ്ങി ഞങ്ങൾ പിന്നെ ഇങ്ങോട്ടേക്ക് നീങ്ങിയപ്പോൾ ഇവിടെ നേന്ത്രപ്പഴം കണ്ടു. നേന്ത്രക്കായ എന്ന് പറയാം, ഇപ്പോൾ പഴുത്ത് വരുന്നതേ ഉള്ളൂ. ഭയങ്കര കോസ്റ്റ്ലി ആട്ടോ. നമുക്ക് നാട്ടിൽ ചിലപ്പോൾ 50 രൂപ 60 രൂപയ്ക്കൊക്കെ കിട്ടുന്നതായിരിക്കും. ഇവിടെ അതിന് ഭയങ്കര റേറ്റാണ്. 175 180 ഒക്കെയാണ് റേറ്റ്. അപ്പോൾ എന്തായാലും നമുക്കിത് അപൂർവമാണ്, നമുക്കിവിടെ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് കണ്ടപ്പോൾ വാങ്ങിക്കാമെന്നും പറഞ്ഞ് അങ്ങനെ ഞങ്ങളെല്ലാവരും തന്നെ കുറച്ചേശ്ശെ വാങ്ങിച്ചിട്ടുണ്ടത്. നല്ല ഫ്രഷ് ആയിട്ടുള്ള നേന്ത്രപ്പഴമായിരുന്നു. അവർ ജസ്റ്റ് കൊണ്ടുവന്ന് ഇറക്കി അത് സെറ്റ് ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോഴേക്കും തന്നെ നമ്മൾ എടുത്തു അത്. പിന്നെ ഫ്രൂട്ട്സ് കാര്യങ്ങളെല്ലാം അവിടെ അറേഞ്ച് ചെയ്തേക്കുന്ന ആ ഒരു ഭംഗി കണ്ടാൽ നമുക്ക് എടുക്കാൻ തോന്നും. അതേ രീതിയിലാണ് അവർ അറേഞ്ച് ചെയ്തൊക്കെ വെച്ചേക്കുന്നത് കേട്ടോ. പച്ചക്കറി ഫ്രൂട്ട്സ് കാര്യങ്ങളെല്ലാം തന്നെ. സാമ്പാർ കഷ്ണം 200 കിലോമീറ്റർ വന്നിട്ട് സാമ്പാർ മേടിക്കാം, സാമ്പാർ കഷ്ണം മേടിക്കാൻ വന്നതാണ് സ്നിഷ ടീച്ചർ. അവിടെ ഒന്നും കിട്ടിയ അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ പച്ചക്കറികളൊക്കെ നോക്കാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ പച്ചക്കറികളൊക്കെ ഇങ്ങനെ ഓടി നടന്ന് കാണുകയാണ്. കാരണം ഒരുവിധം എല്ലാ പച്ചക്കറികളും തന്നെ അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അവർ കാണാൻ എന്ത് ഭംഗിയാണെന്നറിയാമോ. അപ്പോൾ നമുക്ക് ബസ്സിൽ കിട്ടാത്ത ഐറ്റംസൊക്കെ നോക്കിയാണ് എടുക്കുന്നത്. അപ്പോൾ ചീരയില അവിടെ ചുമന്ന ചീര കിട്ടൽ കുറവാണ്. അപ്പോൾ ഞാൻ ചുമന്ന ചീര കണ്ടപ്പോൾ എന്തായാലും അത് എടുക്കാമെന്നും പറഞ്ഞ് അത് വാങ്ങിയത് കേട്ടോ. അപ്പോൾ ഞാനും വാങ്ങിച്ചിട്ടുണ്ട്, പ്രീത ടീച്ചറും ശ്രീഷ ടീച്ചറും ഒക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയുള്ളി അത് ഞങ്ങൾക്ക് കിട്ടാത്ത ഐറ്റമാണ് അവിടെ. അപ്പോൾ അതുകൊണ്ട് ചെറിയുള്ളി എടുക്കുന്നുണ്ട്. പിന്നെ അടുത്തായിട്ട് ഈന്തപ്പഴം കേട്ടോ. ഈന്തപ്പഴം പല ക്വാളിറ്റിയിലുള്ളതുണ്ട് ഇവിടെ. അപ്പോൾ നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള ഈന്തപ്പഴമൊക്കെ കാണുമ്പോൾ നമുക്ക് എടുക്കാതിരിക്കാനും തോന്നില്ലല്ലോ. തേങ്ങ നോക്കിയാൽ 55 രൂപ ഒരെണ്ണത്തിന്. പക്ഷെ ചെറിയ തേങ്ങയാണ്. അതുകൊണ്ട് ഇപ്പം എത്ര എണ്ണം എടുക്കണേ? 5 എണ്ണോ ആണോ? ഭയങ്കര വില തേങ്ങയ്ക്ക്, ഭയങ്കര റേറ്റ്. പിന്നെ വേറെയും കുറേ ഐറ്റംസൊക്കെ വാങ്ങിച്ചു കേട്ടോ. കിച്ചണിലേക്കും അതുപോലെ വീട്ടിലേക്കൊക്കെ ആവശ്യമുള്ള ഒത്തിരി ഐറ്റംസ് വാങ്ങിച്ചു. പിന്നെ ഞങ്ങൾ കുറച്ച് ഫിഷ് വാങ്ങിയായിരുന്നു. ഫിഷ് ഞങ്ങൾക്കവിടെ നമുക്ക് കേരളത്തിൽ കിട്ടുന്ന പോലത്തെ ഫിഷൊന്നും അവിടെ കിട്ടില്ല. അപ്പോൾ അങ്ങനെ അതൊക്കെ വാങ്ങിച്ചു. അതൊക്കെ വാങ്ങിക്കാൻ വന്നപ്പോൾ ഇവിടെ ഇങ്ങനെ അക്വേറിയം കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തേക്കണ കണ്ടു. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനൊക്കെ. പക്ഷെ നമുക്ക് ഇവിടുന്ന് അത്രയും ദൂരം കൊണ്ടുപോകാനും പറ്റില്ല. കൊണ്ടുപോയാലും നമുക്കങ്ങനെ വെക്കാനൊക്കെയുള്ള സ്ഥല സൗകര്യങ്ങൾ ഒക്കെ പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ അങ്ങനെ കൊണ്ടുപോകാൻ പിന്നെ എനിക്കിഷ്ടമുണ്ടായിരുന്നു വാങ്ങിക്കണം എന്നൊക്കെ. പിന്നെ ആ പ്ലാനൊക്കെ മാറ്റി. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ ഷോപ്പിംഗ് ഒക്കെ ഒരുവിധമൊക്കെ തീർന്ന് ബിൽ പേയ്മെൻറ്റ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഞങ്ങളിത് അങ്ങനെ പുറത്തേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് പേര് കടന്നു, കുറച്ച് പേര് ബിൽ പേയ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വാങ്ങേണ്ട ഒരുവിധം ഐറ്റംസുകളെല്ലാം തന്നെ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് നമുക്ക് വാങ്ങിക്കാൻ പറ്റി.
അപ്പോൾ ഇനി ഇവിടുന്ന് പയ്യെ ഞങ്ങൾക്ക് മൂവ് ചെയ്യണം, അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഒത്തിരി ലേറ്റാവും വീട്ടിലെത്തുമ്പോൾ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഓടി നടന്നുള്ള ഷോപ്പിംഗ് ആയിരുന്നു. വളരെ സ്പീഡിൽ എല്ലാവർക്കും വേണ്ട ഐറ്റംസ് എല്ലാവരും തന്നെ ഓടി നടന്ന് കണ്ടെത്തി വേണ്ടതൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങളിതേ പുറത്തേക്ക് എത്തിക്കഴിഞ്ഞു. ഇന്നത്തെ ഷോപ്പിംഗ് എങ്ങനെ ഉണ്ടായിരുന്നു? സഹവാസം കഴിഞ്ഞു. ഷോപ്പിംഗ് എങ്ങനെ ഉണ്ടായിരുന്നു? തകർത്തു അല്ലേ? ഒരു മാസത്തെ കിട്ടിയ സാലറി ഒരുവിധം ആയിട്ടുണ്ട്. നിങ്ങളുടെയോ? ഇല്ലേ? അതെ, നിങ്ങൾക്ക് ആണോ? അതെ. അപ്പോൾ ഞങ്ങളിവിടുന്ന് ഫിഷൊക്കെ വാങ്ങിയായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അവിടെ ബസ്റ്റിയിലുള്ള വേറെ സാറന്മാർക്കൊക്കെ വേണ്ടവർക്കൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാം വാങ്ങിച്ചപ്പോൾ അവർ നമുക്ക് നല്ലപോലെ തന്നെ ഐസൊക്കെ ഇട്ടുള്ള പെട്ടിയിലൊക്കെ ആക്കി സെറ്റപ്പ് ആക്കിയൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ അത് ആദ്യം കൊണ്ടുവന്ന് വെക്കാനായിട്ട് ഷാരി സാറും ചേട്ടനും കൂടെ പോയേക്കായിരുന്നു. വണ്ടിയിൽ അത് ആദ്യം കൊണ്ടുവന്ന് വെച്ചു. അത് കഴിഞ്ഞിട്ട് വീണ്ടും തിരിച്ചു വന്നതാ ഞങ്ങളെയും കൊണ്ട് പോകണം. അപ്പോഴേക്കും ഞങ്ങൾ വാങ്ങേണ്ട ഐറ്റംസൊക്കെ വാങ്ങി അതൊക്കെ ആയിട്ട് ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ ഇനി നമ്മൾ വണ്ടിയുടെ അടുത്തേക്ക് മൂവ് ചെയ്യണം. നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്ന മറ്റേ 2 ഫാമിലി അവരും പോയിട്ടോ. അപ്പോൾ അവർ പോയപ്പോൾ അവരുടെ കയ്യിലും കുറച്ച് സാധനങ്ങൾ ഞങ്ങൾ കൊടുത്തു വിട്ടിട്ടുണ്ട്, ലഗേജ് കാര്യങ്ങളൊക്കെ. പിന്നെ ബാക്കി ഐറ്റംസ് നമ്മളിവിടെ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക. എല്ലാവരും അധികം ഐറ്റംസൊക്കെ വാങ്ങിയതിനെ കൊണ്ട് ഡിക്കിയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പാടുപെട്ടുകൊണ്ടിരിക്കുകയാണ് അവർ. അപ്പോൾ നമ്മൾ തിരിച്ച് പോകണം. ലുലു മോളിൽ നിന്നുള്ള ഷോപ്പിംഗ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ വാങ്ങിയ ലഗേജ് കാര്യങ്ങളെല്ലാം നമ്മളത് ഇതിനകത്തേക്ക് ഡിക്കിയിലേക്കൊക്കെ വെച്ച് സീറ്റൊക്കെ കൂടെ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ. അപ്പോൾ നല്ലപോലെ തന്നെ സ്പെൻഡ് ചെയ്തു. ഒരു ദിവസത്തെ നമ്മുടെ ട്രിപ്പ് ഇവിടെ അടിപൊളിയായിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്തു കേട്ടോ. പിന്നെ ഞങ്ങൾ തിരിച്ചു പോകണം ഇവിടുന്ന്. ഇപ്പോൾ സമയം എത്ര മണിയായി? സമയം 6:30. ഇപ്പോൾ 6:30 ആയി. 6:30 കഴിഞ്ഞപ്പോഴേക്കും നമ്മളിവിടുന്ന് ഇറങ്ങണം. അഞ്ജലി അങ്ങനെ ബാക്ക് സീറ്റിൽ കയറിയിട്ടുണ്ട്. അഞ്ജലിയിൽ ഞങ്ങൾ വാങ്ങിച്ച മീനൊക്കെ നോക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. മീനൊക്കെ വാങ്ങി നമുക്ക് ക്ലീൻ ചെയ്തൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് നമ്മൾ ഇനി കുറച്ച് ദിവസത്തേക്ക് മീൻ കറി ആയിരിക്കും. ഞങ്ങൾക്ക് പലതരത്തിലുള്ള മീൻ വാങ്ങിയിട്ടുണ്ട്. പച്ച ചെമ്മീൻ കിട്ടിയായിരുന്നു, അപ്പോൾ അത് വാങ്ങി. പിന്നെ കിളിമീൻ വാങ്ങിയിട്ടുണ്ട്, പിന്നെ മത്തി വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് ഇഷ്ടമുള്ള മീൻ കാര്യങ്ങളൊക്കെ വാങ്ങി നമ്മൾ ലുലുമോളിൽ നിന്ന് പോവാണ്. നല്ല അടിപൊളി ലൈറ്റ് അറേഞ്ച്മെൻറ്റ് കാര്യങ്ങളൊക്കെ കേട്ടോ പുറത്ത്. ലുലുമോളിൻ്റെ നോക്കി എന്ത് രസമാണെന്ന് കാണാൻ. അങ്ങനെ കുറച്ച് ദൂരം യാത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ ചായ കുടിക്കാമെന്ന് പറഞ്ഞു. ഈവനിങ്ങിൽ ഞങ്ങളൊരു ചായയൊന്നും കുടിക്കാനുള്ള ടൈമൊന്നും കണ്ടെത്തിയില്ലായിരുന്നു. കാരണം എല്ലാവരും വളരെ ബിസി ഷോപ്പിംഗ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ചായയൊന്നും കുടിക്കാൻ പറ്റിയില്ല, ടൈമും കിട്ടിയില്ല. പിന്നെ നമ്മൾ ലേറ്റായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ തിരിച്ച് വീട്ടിലെത്താനും ലേറ്റാവും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഓൺ ദ വേ ഒരു സ്ഥലത്ത് ഇറങ്ങി ചായ കുടിച്ചു കേട്ടോ. ഇവിടെ ചായ കുടിക്കുന്നതിൻ്റെ ഇടയ്ക്കും ശ്രീഷ ടീച്ചർ ഇവിടെ ഫോട്ടോഷൂട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോരുത്തരുടെ പല പോസ്റ്റിലുള്ള ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുക. ഞങ്ങളറിയാതെയൊക്കെയാണ് എടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. പക്ഷെ ഞങ്ങൾ കാണുന്നുണ്ടെന്ന് അറിയുമ്പോൾ വേഗം മൊബൈലൊക്കെ മാറ്റിപ്പിടിച്ച് അങ്ങനെ നമ്മളറിയാത്ത രീതിയിലൊക്കെ ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട് മാക്സിമം ട്രൈ ചെയ്തു കേട്ടോ. എന്തായാലും അങ്ങനെ ഞങ്ങൾ ചായ കുടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും യാത്ര തിരിച്ചേക്കാണ്. എപ്പോഴും നമ്മളിങ്ങനെ ഗ്രൂപ്പായിട്ടൊക്കെ പോകുമ്പോഴാണ് നമ്മുടെ യാത്രയ്ക്ക് ഒരു രസം. അപ്പോൾ വണ്ടിയിലൊക്കെ ഇരുന്ന് ഞങ്ങൾ ചിരിച്ച് കളിച്ച് തമാശകളൊക്കെ പറഞ്ഞ് അങ്ങനെ സമയം പോയത് അറിഞ്ഞില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുറേ നേരത്തെ യാത്രയൊക്കെ കഴിഞ്ഞ് ഇവിടെ ഒരു ഹോട്ടലിലേക്ക് എത്തിയേക്കാണ് ഫുഡ് കഴിക്കാനായിട്ട്. അപ്പോൾ ഇവിടെ വണ്ടിയിൽ നിന്ന് എല്ലാവരും ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. യാത്ര ചെയ്ത് എല്ലാവർക്കും ചെറിയൊരു ക്ഷീണമൊക്കെ ആയി. കുറച്ച് പേര് 5 ജിപ്പിയൊക്കെ ഉറക്കമായിരുന്നു കേട്ടോ. അപ്പോൾ അവരിതേ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. ഞങ്ങളിതിങ്ങനെ
പുറത്തേക്ക് ഇറങ്ങി സൃഷ്ടിയുടെ കോട്ടുവായി ഇട്ടുകൊണ്ടിരിക്കുന്നു. ആ ഇനി നമുക്ക് പോയി ഭക്ഷണം കഴിക്കാം. ഭക്ഷണമൊക്കെ കഴിച്ച് നേരത്തെ പോകുന്നതിന്റെ സങ്കടം കൊണ്ട് ഇത്തിരി നേരത്തെ പോന്നു, ഒത്തിരി വൈകിക്കാൻ നിന്നില്ല. അതാണ് നമ്മൾ കഴിഞ്ഞ വർഷം വന്നിട്ട് 10 മണിക്ക് പോകുന്ന ദിവസങ്ങളും ഉണ്ട് അല്ലേ? നമ്മളെ ഇറക്കി അതെ. ഇന്ന് അത് വെച്ച് നോക്കുമ്പോൾ ഇത്തിരി നേരത്തെ. ഇന്ന് അതിന് നമ്മൾ കൊച്ചുകുട്ടികൾ കളിക്കുന്ന ഏരിയയിലോ അവിടേക്കൊന്നും പോയില്ല, അധികം ഷോപ്പുകളിൽ പോയില്ല. നമുക്ക് വേണ്ട കാര്യങ്ങൾ മെയിൻലി ഹൈപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങിച്ച് അങ്ങോട്ടായിരുന്നല്ലേ. അതെ, ഫുഡൊക്കെ വാങ്ങി കഴിച്ചു. പിന്നെ ഹൈപ്പർ മാർക്കറ്റിൽ പോയി വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. അങ്ങനെ 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 പോന്നു. വാ, അവിടെ ഫോണിൽ സംസാരമാണ്. വാ പ്രീതേ, ഇപ്പിയൊക്കെ ഉറക്കപ്പിച്ചിൽ പോണെന്നാണ്. വഴിയിൽ വീഴൊന്നും അറിയില്ല. നല്ല സൂപ്പർ ഉറക്കമായിരുന്നു നിങ്ങള്. അല്ല, ഒരു മൊബൈല് കണ്ട് സിനിമ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാ പറയണത്. സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നു തോന്നിയില്ല, കിടക്കായിരുന്നു. കിടന്ന് കാണുമായിരുന്നുണ്ടോ? നമ്മൾ ഈ ഹോട്ടലിൽ നാട്ടിൽ നിന്നൊക്കെ വരുമ്പോൾ ഞങ്ങൾ ഫൈസാബാദിലൂടെ എയർപോർട്ടിലൊന്ന് ഇറങ്ങിയിട്ട് ഫുഡ് കഴിക്കാനൊക്കെ ഇവിടെയായിട്ടോ വരാറ്, വീട്ടിലേക്ക് പോകുന്ന വഴി. ഞങ്ങൾക്ക് മുൻപേ വേറെ ഫാമിലി ഇവിടേക്ക് വന്നിട്ടുണ്ട്. സുമ ടീച്ചറും ഐശ്വര്യ ടീച്ചറും ഒക്കെ അവർ ഫാമിലി നേരത്തെ പോകുന്നുണ്ടായിരുന്നു. അവരവിടെ ഫുഡ് കഴിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അതെ, അവരവിടെ എവിടെ ഇത് കഴിക്കുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ഓർഡർ കൊടുത്ത ഫുഡൊക്കെ എത്തി. അപ്പോൾ എല്ലാവരും ഇരുന്ന് ഫുഡൊക്കെ കഴിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ബട്ടർ നാനും റൈസ് അതുപോലെ ചിക്കൻ കറി ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം എത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇരുന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾക്കത് ഇത്രയ്ക്ക് ഇഷ്ടമാണോ? അടി നോക്കട്ടെ. ബട്ടർ സ്കോച്ചാണോ? ഓ, അടിപൊളി. നമുക്കും കഴിച്ചാലോ പപ്പേ? അഞ്ചു ബട്ടർ സ്കോച്ച് ഐസ്ക്രീം വാങ്ങിക്കണം. ഐസ്ക്രീം 5 കഴിക്കണം. ടേസ്റ്റ് നോക്ക്. ഇങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ? അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇനി ഇറങ്ങണം. ഇനി നേരെ നമ്മൾ വീട്ടിലേക്ക്. സമയം എത്രയായി ശ്രീഷ? 10:33. അയ്യോ, നമ്മൾ വീട്ടിലെത്തുമ്പോഴേക്കും 11:30-12 മണിയാവോ? ഇല്ല, 11:30. അപ്പോൾ ഉറങ്ങുമ്പോഴേക്കും എന്തായാലും 12 മണിയാവും. പിന്നെ നാളെ ക്ലാസ്സിലൊന്നും പോകണ്ട, ഹോളിഡേ ആണ്, ദസറയുടെ ഹോളിഡേയ്സ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ആ ടെൻഷനില്ല. നേരത്തെ അത് സഹിക്കണില്ല അല്ലേ? നേരത്തെ ആയത്. ഇവിടെ പ്ലാൻസ് വെച്ചേക്കണൊക്കെ എന്ത് ഭംഗിയാണ്. അപ്പം അങ്ങനെ നല്ല അടിപൊളി ഫുഡൊക്കെ കഴിച്ച് വീണ്ടും വണ്ടിയിലേക്ക്. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിഞ്ഞതാ ഇനി തിരിക്കുകയാണ്. അപ്പോൾ ഇനി നേരെ നമ്മൾ വീട്ടിലേക്ക്, അല്ലെങ്കിൽ നമ്മൾ ഒത്തിരി ലേറ്റ് ആവും. 12 മണിയാകുമ്പോഴേക്കെങ്കിലും നമുക്ക് വീട്ടിലെത്തണ്ടേ. എന്തായാലും ഹോളിഡേ കിട്ടിയതിൽ ഒരു ദിവസം അങ്ങനെ നമുക്ക് ഒരു ചെറിയ ഔട്ടിങ്ങിനൊക്കെ പോയി എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സന്തോഷവും, അതും ഞങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ പോകുന്നതുകൊണ്ട് നമുക്കൊന്നും കൂടെ നമ്മുടെ സന്തോഷം ഇരട്ടിക്കുകയാണ്. നമ്മൾ ഒറ്റയ്ക്ക് പോകുന്നതിനേക്കാളും എപ്പോഴും നല്ലത് ഇങ്ങനെ ഫാമിലീസൊക്കെ ആയിട്ട് ഗ്രൂപ്പൊക്കെ ആയിട്ട് പോകുന്നതല്ലേ. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങൾ. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ നല്ലപോലെ തന്നെ എൻജോയ് ചെയ്തു. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാണുമെന്ന് കരുതുന്നു. വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻസിലൂടെ അറിയിക്കാനും മറക്കരുത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒട്ടും തന്നെ മറക്കരുത്. വീണ്ടും നമുക്ക് നല്ലൊരു അടിപൊളി വീഡിയോയുമായി കാണാം. ബൈ ബൈ.